ഏവർക്കും വിനീത നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷൻ നടന്ന സമയത്ത് കേരളത്തിൽ ഇത്തവണ വലിയ രീതിയിലുള്ള പ്രത്യേകതകൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ സാമുദായിക സംഘടനയായിട്ടുള്ള SNDP, അതോടൊപ്പം തന്നെ ഈഴവ സമൂഹം, ഇത് വലിയ രീതിയിൽ തന്നെ BJPക്ക് അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ്. ഒരു വലിയ വോട്ട് ബാങ്ക് തന്നെ BJPയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് BJPയുടെ വോട്ടിംഗ് ശതമാനവും അതോടൊപ്പം തന്നെ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ വോട്ടിംഗ് ശതമാനമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ SNDP അല്ലെങ്കിൽ ഈഴവ സമൂഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ CPM തുടങ്ങിയിരിക്കുകയാണ്. അതിൽ SNDPയെ തന്നെ പിടിച്ചെടുക്കുക എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ലക്ഷ്യം CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ഈ എന്താണ് CPM ലക്ഷ്യം വെക്കുന്നത്? CPMന്റെ തകർച്ച ഈ ഈഴവ സമൂഹം കൈവിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാകുമെന്നുള്ള ഒരു ഭയപ്പാടാണോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനായിട്ട് BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ, കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. സാറേ, CPMന്റെ ലക്ഷ്യം SNDP പൂർണ്ണമായിട്ടും കൈയടക്കുക എന്നുള്ളത് തന്നെയാണോ? ഈഴവ സമൂഹം ഇടതുപക്ഷത്തെ കൈവിട്ടു? CPMനെ വളർത്തിയതും നിലനിർത്തുന്നതും യഥാർത്ഥത്തിൽ ഈഴവ സമുദായമാണ്. തിരുവിതാംകൂർ ഭാഗത്ത് ഈഴവ എന്നും മലബാറിൽ തീയ എന്നും കേരളത്തിന്റെ ഉത്തര മലബാർ ഭാഗത്ത് ചില പ്രദേശങ്ങളിൽ വല്ലഭ എന്നും 3 പേരുകളിലാണ് ഈഴവ സമുദായം അറിയപ്പെടുന്നത്. ഈ ഈഴവ സമുദായം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നവോത്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല നടപ്പിലാക്കിയത്. എന്നാൽ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ വിളവെടുപ്പ് നടത്തിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതായത് കേരളത്തില് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അയ്യ വൈകുണ്ഠ സ്വാമികളും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഒക്കെ ഒരു കാലത്ത് കേരളത്തിന്റെ തിരുവിതാംകൂർ ഭാഗത്ത് ഈ വലിയ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വൈക്കം സത്യാഗ്രഹം വരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. അവിടെ നമ്മുടെ അയ്യൻകാളിയുടെ, മഹാത്മാ അയ്യൻകാളിയുടെ റോള് വളരെ വലുതാണ്. എനിക്ക് കുട്ടിക്കാലം മുതലേ കല്യാണം കഴിക്കാൻ ഭയങ്കര മോഹമായിരുന്നു. ഒരു ദിവസം എന്റെ ബന്ധുക്കൾ കുറച്ച് ചെക്കന്മാരുടെ ഫോട്ടോസ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലൊരെണ്ണം ചൂസ് ചെയ്യാൻ. ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? എന്നൊരു സൊല്യൂഷൻ ഉണ്ട്. MalayaliShaadi.com. ഷാദി ലൈവ് ഫീച്ചറിൽ 1 മണിക്കൂറിൽ 10 മാച്ചസും 5 മിനിറ്റ്സിന്റെ വീഡിയോ കോളും ചെയ്യാം. MalayaliShaadi.com ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. വളരെ വലുതാണ്. മഹാത്മാ അയ്യങ്കാളി അവർണ വിഭാഗത്തിന്റെ വലിയ നേതാവായി ഉയർന്നു വരികയും അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള രാജഭരണകാലത്തെ അസംബ്ലി ശ്രീമൂലം പ്രജാസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജാവ് ഭരിക്കുമ്പോഴും കേരളത്തിൽ അസംബ്ലി ഉണ്ട്, അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയില് ശ്രീമൂലം പ്രജാസഭയില് അന്നത്തെ MLA, അന്ന് MLA എന്നൊന്നും അല്ല പേര്, പക്ഷെ ഇന്ന് ആൾക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ MLA എന്ന് പറയണം. അങ്ങനെയുള്ള MLA ആയിരുന്നു മഹാത്മാ അയ്യങ്കാളി. ആ അയ്യങ്കാളി പുലയർ വിഭാഗം അടക്കമുള്ള അതിലും താഴേക്കുള്ള വിഭാഗങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോക ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളി സമരം കെട്ടിപ്പടുക്കുന്നതിന് മുൻപ് തൊഴിലാളി സമരം നടത്തി ലോകത്തെ വിസ്മയിപ്പിച്ച, ഞെട്ടിച്ച തൊഴിലാളി നേതാവാണ് അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളി അന്ന് പാടത്തും പറമ്പുകളിലും പണിയെടുത്തിരുന്നവരോട് പണിമുടക്കാൻ ആഹ്വാനം ചെയ്യുകയും ആ പണിമുടക്ക് കേരളത്തിൽ, അതായത് തിരുവിതാംകൂറിൽ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തത് മുതലാണ് കമ്മ്യൂണിസത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ അയ്യ വൈകുണ്ഠ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭന്റെ ആത്മീയ ഗുരു ആയിട്ടുള്ള ചട്ടമ്പി സ്വാമികളും എല്ലാവരും ചേർന്ന് കേരളത്തിൽ വലിയ ഒരു സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കി.
ആ സാമൂഹിക മുന്നേറ്റം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ക്ഷേത്രപ്രവേശനം. അതേക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, സ്കൂളിൽ പോകാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം, അസംബ്ലികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ച് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം എന്ന് തുടങ്ങി മരുമക്കത്തായം മാറ്റി മക്കത്തായം ഏർപ്പെടുത്താനുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന അതിവിപുലമായിട്ടുള്ള ഒരു ചരിത്ര പശ്ചാത്തലം കേരളത്തിനുണ്ട്. എന്നാൽ ഇതെല്ലാം നേടിക്കഴിഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമര കാലഘട്ടത്തിനിടയിൽ തന്നെ മഹാത്മാഗാന്ധി ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും അവിടെ ഹരിജനങ്ങൾ എന്നവരെ പേരിട്ട്, ഹരിജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരിയുടെ ജനങ്ങൾ, വിഷ്ണുവിന്റെ ജനങ്ങൾ എന്ന് അധസ്ഥിത വിഭാഗങ്ങളെ പേരിട്ട് വിളിക്കുകയും ചെയ്തുകൊണ്ട് ഹരിജൻ എന്ന് പറയുന്ന ഒരു മാസികയൊക്കെ ആരംഭിച്ച് സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് കേരളത്തിലും ഇത്തരം സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഈ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ നേതൃത്വവും പിതൃത്വവും എല്ലാം, മാതൃത്വം, നേതൃത്വം, പിതൃത്വം എല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ആദ്യത്തെ EMS മന്ത്രിസഭയുടെ അധികാരം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ EMS മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണമുണ്ട്. ആരും പറയാത്ത ഒരു കാരണമാണ്, എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിന്റെ ചരിത്ര ശാസ്ത്രീയ പശ്ചാത്തലം കൂടി നമുക്ക് പറയാതെ കടന്നുപോയാൽ ഈ സത്യം മനസ്സിലാവുകയില്ല. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നതിന് മുമ്പ് 1560കളിലും 70കളിലും 1670കളിൽ 1670കളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ശക്തരല്ല. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെയാണ്. പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ ഇങ്ങനെയുള്ളവര് ഇന്ത്യയിലെ കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ അവർക്കെതിരെയുള്ള ധീരമായ പോരാട്ടവും ഈ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേലുത്തമ്പി ദളവ. അന്നുണ്ടായിരുന്ന ഡച്ച് നാവികനായ ഡിനലായിയെ പരാജയപ്പെടുത്തി തന്റെ സൈന്യത്തിൽ ചേർത്ത് സൈന്യാധിപനാക്കി നാവികസേനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇനിയൊരു വിദേശ ആക്രമണം ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം തിരുവിതാംകൂറിനെ ശക്തമാക്കി നിർത്തി. ഇത് കേരളത്തിന്റെ ചരിത്രമാണ്. എന്നാൽ അതേസമയം ഏഷ്യയിൽ ആദ്യമായി മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ കൊടുങ്ങല്ലൂരിൽ സ്ഥലം അനുവദിച്ചു കൊടുത്ത കേരളത്തിന്റെ ഹൈന്ദവ ഭരണാധികാരികളും, അതേപോലെ തന്നെ സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് കരുതപ്പെടുന്നവർ ഇന്നും അംഗീകരിക്കുന്ന ക്രൈസ്തവർക്ക് പള്ളി വെച്ചു കൊടുക്കാനും അവർക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത കേരളത്തിലെ ഹൈന്ദവ ഭരണാധികാരികൾ. അപ്പൊ മുസ്ലിങ്ങളെ സ്വീകരിച്ചു, ക്രിസ്ത്യാനികളെ സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ അക്കാലത്ത് അഭയാർത്ഥികളായിട്ട് ഭാരതത്തിൽ വന്ന, ലോകത്ത് ഒരു ക്രൈസ്തവ രാഷ്ട്രത്തിൽ മുസ്ലിം രാഷ്ട്രത്തിൽ കയറ്റില്ലാത്ത യഹൂദന്മാരെയും നമ്മൾ സ്വീകരിച്ചു കേരളത്തിൽ. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുണ്ടായ ആ കഴിഞ്ഞ 1500 മുതൽ ഇങ്ങോട്ടുള്ള 2000 വരെയുള്ള 500 വർഷക്കാലത്തെ ചരിത്രമാണ് ഞാനിപ്പോൾ ചുരുക്കി വിവരിച്ചത്.